അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഈ ലോകത്ത് മനുഷ്യൻ എല്ലാം നേടിയിട്ടും മനസ്സമാധാനം നഷ്ടപ്പെട്ടവനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പണമുണ്ടാകാം, പ്രശസ്തി ഉണ്ടാകാം, ആളുകൾ ചുറ്റുമുണ്ടാകാം. പക്ഷേ ഹൃദയത്തിന് സമാധാനമില്ലെങ്കിൽ ജീവിതം ശൂന്യമായി തോന്നും. അള്ളാഹു നമ്മെ ഈ ലോകത്തിലേക്ക് അയച്ചത് വെറുതെ ജീവിച്ചു പോകാനല്ല, ഒരു ലക്ഷ്യത്തോടെയാണ്. ആ ലക്ഷ്യം അള്ളാഹുവിനെ അറിയുക, അവനെ ആരാധിക്കുക, നന്മ ചെയ്ത് ജീവിക്കുക എന്നിവയൊക്കെയാണ്. ചിലപ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു പോകും, ആരും മനസ്സിലാക്കുന്നില്ലെന്ന് തോന്നും. കണ്ണുനീർ ഒളിപ്പിച്ച് ചിരിക്കുന്ന ദിവസങ്ങളും ഉണ്ടാകും. പക്ഷെ ഓർക്കുക, നമ്മളെക്കാൾ നമ്മെ കൂടുതൽ മനസ്സിലാക്കുന്നത് അള്ളാഹുവാണ്. രാത്രിയുടെ ഇരുട്ടിൽ എല്ലാവരും ഉറങ്ങുമ്പോൾ ഒരാൾ ഹൃദയം നിറഞ്ഞ് യാ അള്ളാ എന്ന് വിളിച്ചാൽ ആ ശബ്ദം അള്ളാഹു കേൾക്കുന്നു. നിങ്ങൾ ഇന്ന് എത്ര പാപങ്ങൾ ചെയ്തവനായാലും എത്ര ദൂരം തെറ്റിപ്പോയാലും അള്ളാഹുവിന്റെ കരുണയിൽ നിന്ന് നിരാശരാകരുത്. കാരണം അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് പാപത്തിൽ നിന്ന് മടങ്ങിയെത്തുന്ന അടിമയെയാണ്. ഈ ദുനിയാവ് താൽക്കാലികമാണ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളതെല്ലാം നാളെ ഇല്ലാതാകാം. പക്ഷേ നമ്മൾ ചെയ്ത നന്മകൾ, നമ്മൾ പറഞ്ഞ നല്ല വാക്കുകൾ, നമ്മൾ വായിച്ച ഖുർആൻ, നമ്മൾ ചെയ്ത ദുആ, അവയെല്ലാം അള്ളാഹുവിന്റെ അടുക്കൽ നിലനിൽക്കും. ഒരു സുബ്ഹാനല്ലാഹ്, ഒരു അൽഹംദുലില്ലാ, ഒരു അസ്തഗ്ഫിറുല്ലാഹ്, ഇവയൊക്കെ നമ്മുടെ ജീവിതം തന്നെ മാറ്റാൻ കഴിയുന്ന വാക്കുകളാണ്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചത് സ്നേഹമാണ്, കരുണയാണ്, ക്ഷമയാണ്, മനുഷ്യരെ സഹായിക്കാനാണ്. അതിനാൽ ഇന്നു മുതൽ ഒരു മാറ്റം കൊണ്ടുവരാം. നമസ്കാരം കൃത്യമായി നിർവഹിക്കാം, ഖുർആൻ വായിക്കാൻ സമയം കണ്ടെത്താം, മാതാപിതാക്കളെ സന്തോഷിപ്പിക്കാം, ആരെയും വേദനിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കാം. ഒരിക്കൽ അള്ളാഹുവിന് വേണ്ടി കണ്ണുനീർ വീണാൽ ആ കണ്ണുനീർ ഒരിക്കലും വെറുതെയാകില്ല. ജീവിതത്തിൽ എത്ര കഷ്ടപ്പാടുകൾ വന്നാലും പറയൂ ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ. എനിക്ക് അള്ളാഹു മതി, അവൻ ഏറ്റവും നല്ല കാര്യനിർവാഹകനാണ്. നമ്മുടെ ദുആകൾ ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. അള്ളാഹു 3 രീതിയിൽ അത് സ്വീകരിക്കുന്നു. നമ്മൾ ചോദിച്ചത് തന്നേക്കാം, അതിലും നല്ലത് നൽകാം, അല്ലെങ്കിൽ ഒരു വലിയ ദുരന്തം നമ്മളിൽ നിന്ന് മാറ്റിക്കളയാം. അതിനാൽ ഒരിക്കലും ദുആ നിർത്തരുത്. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അള്ളാഹു സമാധാനമുള്ള ഹൃദയം നൽകട്ടെ, നമ്മുടെ പാപങ്ങൾ പൊറുത്തു തരട്ടെ, നമ്മളെ സ്വർഗത്തിൽ ഒന്നിപ്പിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ നാളെ നിങ്ങളുടെ ജീവിതവും മാറും.